കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു അതിദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ച് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കവിയിലച്ചൻ നമ്മൾ പ്രതികരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരള മനസാക്ഷിയെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ രാത്രി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കരുളായിൽ പ്രദേശത്ത് മഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണി എന്ന സാധാരണക്കാരനായ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന വിവരം ഞെട്ടലോടെയാണ് വീണ്ടും നമ്മൾ ശ്രവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്കെതിരെ അതിശക്തമായി നമ്മളൊക്കെ പ്രതിഷേധിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സ്വസ്ഥത ഇവിടെയില്ല, സുരക്ഷിതത്വമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും ആരും ചെവിക്കൊള്ളുന്നില്ല. എത്രയോ മനുഷ്യരുടെ ജീവനുകളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തേ ഇതിനൊന്നും ഒരു ഉത്തരമില്ലാത്തത്? വനം വകുപ്പ് മന്ത്രിയും എവിടെ പോയിരിക്കുകയാണ്? ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് മറ്റ് സന്നദ്ധ സംഘടനകളും ആവർത്തിച്ച് പറഞ്ഞ ഭീഷണിയായിരുന്നു ഈ വന്യജീവി ആക്രമണം എന്നുള്ളത്. കാട്ടാനകൾ എത്രയോ ജീവനുകളാണ് ഇതിനോടകം എടുത്തിട്ടുള്ളത്. ഇന്നലെ ഈ പാവപ്പെട്ട മനുഷ്യനെ കൊന്നുകളഞ്ഞിട്ട് എന്തേ ഒരു നടപടിയുമില്ലാത്തത്? ഇത് പ്രതിഷേധാർഹമാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരിൽ ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ഭയവിഹ്വലതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെൻറ്റിനോട് അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനിയെങ്കിലും ഇവിടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കൂ. ജീവിക്കുവാനുള്ള സുരക്ഷിതത്വം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്ഥാപിച്ചു തരണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. വനം വകുപ്പ് മന്ത്രിയോട് പറഞ്ഞ് ഞങ്ങൾ തന്നെ നാണം കെടുകയാണ്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് സത്വര നടപടികൾ സ്വീകരിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് ഒരിക്കൽ കൂടി കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെടുകയാണ്.